ഹായ് ഫ്രണ്ട്സ്, ടൂറിട്ടിപ്പോൾ ആറാം പറയാൻ തുടങ്ങി. ശരി, ആറാം ഫുൾ നോക്കി ഷോക്കായി പോയി. ആറാം പറയാൻ തുടങ്ങി. ഇനി ഞങ്ങളെ വീട്ടിൽ താമസിക്കും സാർ, എനിക്ക് അങ്ങനെ സാർ താമസിക്കാൻ പറ്റുമോ, താമസിക്കാൻ പറ്റുമോ? അങ്ങനെ ആറാം ഒരു വീട്ടിൽ കൊണ്ടുപോയി. സീക്രട്ട് വീടാണ്, അതിൽ താമസിക്കാൻ തുടങ്ങി. ആറാം പറയാൻ തുടങ്ങി, എനിക്ക് എന്തെല്ലാം അറിയുമോ എന്ന് പറയാൻ തുടങ്ങി. ആറാം ടീച്ചേഴ്സ് എങ്ങനെ പറയാൻ തുടങ്ങി, ആ പെൺകുട്ടിയെ സ്നേഹിച്ചായിരുന്നു. ഇപ്പോൾ എല്ലാ ബോയ്സ് അല്ല, ഗേൾസ് എല്ലാം ഇങ്ങനെ ബ്രേക്കപ്പ് ചെയ്യുന്നത് നല്ല കാര്യം, നല്ലത് വേണി അവൻ കുറച്ച് ചെയ്യുന്നു, മറ്റേ തെറ്റും ചെയ്യുന്നുണ്ടോ. അത് മാത്രമല്ല ഗേൾസും അങ്ങനെ ചെയ്തത് കൊണ്ട് ഗേൾസിനെ കൊന്നും കളയും. അങ്ങനെയല്ല ബോയ്സിനെ കൊല്ലുന്നതിനും കേട്ടു. അതുകൊണ്ട് ചോക്കായി, ബോയ്സിനെ കൊല്ലുന്ന, അത് മാത്രമല്ല ബോയ്സിനെ കൊല്ലുന്നത് ആറും ചോദ്യം കേട്ടു. എന്താ ബോയ്സിന് കൂടുതലായിട്ട് കൊല്ലാൻ തുടങ്ങുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ബോയ്സിനെ കൊല്ലുന്ന കാരണം വേറെ ഒന്നുമില്ല. ബോയ്സ് അങ്ങനെ തെറ്റ് അതേമാതിരി അങ്ങനെ ബോയ്സ് അങ്ങനെ തെറ്റ് ചെയ്ത് അങ്ങനെ ബോയ്സിന് തേടി കൊല്ലും. ഗേൾസിന് മാത്രമല്ല ബോയ്സിന് അങ്ങനെ ചെയ്യുന്നുണ്ടു. ആ ഡീറ്റെയിൽസ് വെച്ച് അവൻ കണ്ടുപിടിച്ചും കൊല്ലുന്നുണ്ടു. അതൊരു കാര്യം അവൻ ചെയ്യുന്നുണ്ടു എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ആറും ഷോക്കായി പോയി, ഇതും ചെയ്യുവാണോ? അത് മാത്രമല്ല സാർ, അവൻ സിൻസിയറായിട്ട് ലവ് ചെയ്തിരുന്നു സാർ. അത് മാത്രമല്ല അവനൊരു നമ്പർ 1 ബിസിനസ്മാൻ ആയിരുന്നു. ഇപ്പോഴവൻ കീഴിലായി പോയി സാർ. കണ്ടുപിടിച്ച് ആറും പറയാൻ തുടങ്ങി. ശരി, ഓക്കെ, ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിന് പ്ലാൻ നമ്മളത് ഇങ്ങനെ ഒരു നല്ല പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അവർ ഒന്നെല്ലാം പറയാൻ തുടങ്ങി. ഇങ്ങനെ വീട്ടിൽ കുറച്ചുകൂടെ ജോലിയാവാൻ തുടങ്ങി, കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. ഇങ്ങനെ കണ്ടുപിടിച്ചത് എങ്ങനെ അവരെ കൊല്ലണം എന്നെ പന്തത്തിലാവുള്ളത് അങ്ങനെ പറഞ്ഞു. ഗേൾസിന് അങ്ങനെ ഇങ്ങനെയായിട്ട് ആറാം പറയാൻ തുടങ്ങി. ശരി, ഓക്കെ, അങ്ങനെ ആറാം പറയാൻ തുടങ്ങി. അങ്ങനെ ഹീറോയി വന്ന് ആറാമിട്ട് വെച്ചു, വീട്ടിൽ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സാണോ എന്ന് വെച്ചു. അങ്ങനെ 7 ദിവസം സ്മൈൽ ചെയ്ത് തുടങ്ങി. അതെ, ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. ശരി സർ, താങ്ക്സ് സർ എന്ന് എല്ലാ റൂമും ഒരാൾ റൂം കൊടുത്തു. അങ്ങനെയായിട്ട് ഒരു ആറും പറയാൻ തുടങ്ങി. ഇങ്ങനെയായിട്ട് ഇതിൽ കുറച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ഇങ്ങനെ ക്രിമിനൽസ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ അങ്ങനെയായിരുന്നു. അങ്ങനെയായിട്ട് സൈക്കോ ഒരു വീട്ടിലേക്ക് വന്നു. അതെ, ആ സൈക്കോ വന്നു. ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഇങ്ങനെ നടന്നു വന്നായിരുന്നു റോട്ടിൽ. അങ്ങനെ ആ കുട്ടീനെ പിടിച്ചിട്ട് പറയാൻ തുടങ്ങി. അടി നിക്കടെ ഇവിടെ വന്നത് പിടിക്കോ. അങ്ങനെയായിട്ട് ആ ചെക്കൻ ഓടി. ആ സൈക്കോ പറയാൻ തുടങ്ങി, നിക്കടെ പിന്നെ കൊല്ലാതെ ഞാൻ വിടല്ലാന്ന്. അതെ, ആ ഗേള് വേറെ ആരായിരുന്നു, എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ എക്സ് ഗേൾ ഫ്രണ്ട് ഓടിപ്പോകാൻ തുടങ്ങി. അയ്യോ ഇവനെ ഓടിപ്പോയി ഓർത്ത് കാണിച്ചു. ഇവനെ ഷേക്ക് പിടിച്ചു, ചാങ്ക് പിടിച്ച സർക്കാരെ. നിക്കടി എന്നെ ചതിച്ചു. അത് മാത്രമല്ല എൻ്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. വിടില്ല, എനിക്ക് നിനക്ക് ഓൾറെഡി മാരേജായി. എൻ്റെ സ്വത്ത് പണിയെടുത്ത് നീ നമ്പർ 1 ബിസിനസ് മാറിയതിൽ എൻ്റെ പണം താ. അങ്ങനെ സൈക്കോ ഒരുമാതിരി ചെയ്യാൻ ടെൻഷനൊക്കെ തുടങ്ങി. അങ്ങനെയായിട്ട് പേടിച്ചവർ സൈൻ ചെയ്യില്ല. അവനെ തലയൊക്കെ അടിച്ച് വിട്ട് ഓടിപ്പോയി. അവൾ സൈക്കോ ടെൻഷനായി, കൊല്ലാതെ വിടുന്നടി, വേണ്ടവരെ എന്നെ കൊല്ലാതെ. അങ്ങനെ സൈക്കോ അവിടെ മയങ്ങി വീണായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഒരു മുത്തശ്ശന് വന്നു. സൈക്കോനെ എടുത്തുകൊണ്ട് ഒരു വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയി. ഇവനിക്ക് ഇങ്ങനെ മരുന്നെല്ലാം വെച്ച് സൈക്കോ അടിച്ചു. പേടിക്കണ്ട മോനെ, ഞാൻ ഒന്നും ചെയ്തില്ല, മരുന്ന് ഇങ്ങനെ കോണം. അങ്ങനെ സൈക്കോക്ക് ആ മരുന്ന് വെച്ച് കോണായി. സൈക്കോ അവിടുന്ന് പോയി. അങ്ങനെ സൈക്കോക്ക് ടെൻഷനായിരുന്നു, ഞാൻ കൊല്ലാതെ അവളെ വിടൂല എന്ന് സൈക്കോ പറയാൻ തുടങ്ങി. അങ്ങനെ ആയിട്ട് കുറച്ച് ഡേയ്സ് ആവാൻ തുടങ്ങി. അങ്ങനെ സൈക്കോക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. അങ്ങനെ സൈക്കോ അങ്ങനെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഹീറോയിനെ കാണുന്നില്ല. അതും ഓർമ്മ വന്നു, എങ്ങനെ എവിടെ ഉള്ളു ഇവള് എന്ന് കണ്ടുപിടിക്കാൻ സൈക്കോ അങ്ങനെ ടെൻഷൻ നടക്കാൻ തുടങ്ങി. ഇപ്പം നമുക്ക് ഹീറോയിനെ നോക്കാം. ജിന്നു ഇടിച്ചു. അയ്യോ സോറി സാർ. അങ്ങനെ ജിന്നും കണ്ണും നോക്കൂ എന്നൊരു പാട്ട്. ഇത് കണ്ട് ജിന്നിങ്ങനെ കണ്ണെടുക്കാതെ നോക്കുക ഹീറോയിനെ. ജിന്ന് ഹീറോയിനെ നോക്കി രണ്ടുപേരും മുട്ടി കെട്ടിപ്പിടിച്ചായിരുന്നു. ഇത് കണ്ട് ഷുഗർ ഉറക്കത്തിന് ചോന്ന്, എന്താടാ ഇവിടെ നടക്കുന്നേ? അയ്യോ സോറി ഇങ്ങനെ ഹയാൻ പറഞ്ഞു. ജിമ്മിന് പുറകിലുണ്ടായിരുന്നു. ജിമ്മിനെ കേട്ട് രണ്ടുപേർക്ക് സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കും. ജിമ്മിനായിരുന്നു. നീ എപ്പോഴാ വന്ന? രണ്ടുപേരെ കെട്ടി പിടിച്ചിരിക്കില്ലേ, അപ്പം വന്നതാ. അങ്ങനെയായിട്ട് ഷുഗർ കൺഫ്യൂസായി. ഇവനും വന്നു. ശരി ഞാൻ പോന്ന്. അങ്ങനെ ഷുഗർ പറയാൻ തുടങ്ങി. ഞാനൊക്കും കൺഫ്യൂസ്, ഇവിടെ എന്താവോ നടക്കുന്നു. അങ്ങനെ ഷുഗർ അവിടുന്ന് പോയി. അങ്ങനെ ഷുഗർ ഇരിക്ക ദിവസം ഉറങ്ങായിരുന്നു ഷുഗറിനെ എണിപ്പിക്കാനേ ഹീറോ വിളിക്കാൻ പോയി. ഷുഗറിനെ എണിപ്പിച്ചു. ഷുഗറിനെ ഇങ്ങനത്തെ അങ്ങനെ കെട്ടിപ്പിടിച്ചു ഹീറോയിനെ. ഇതാണ് ജിമ്മിന് വന്ന് നോക്കുമ്പോൾ ഒരു ദിവസം എന്താ ഇവിടെ നടക്കുന്നത്, രണ്ടുപേരടിച്ചു. അയ്യോ ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഓരോന്ന് കോമഡി നടക്കുന്നുണ്ടെങ്കിൽ പിറ്റേന്ന് ദിവസം ഇങ്ങനെ ഓരോന്ന് കോമഡി. ഒരിക്കൽ ജിന്നെ പിടിച്ച് ടോർച്ചർ, ജിന്നിനോട് അങ്ങനെ ഓരോ ആൾക്ക് 7 പേർക്ക് ഇങ്ങനെ ഹീറോയിനെ പിടിക്കുന്നത്. ഹീറോക്ക് അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. അവർ ഹോസ്റ്റലിലാണ്. അവർക്ക് അച്ഛനമ്മയില്ലേ. അവർ 7 പേര് ഒക്കത്തെയാണ് ഉള്ളത്, ഒരു പോലീസായിട്ട്.
ഇന്ന് ഹീറോയിനെ പിടിച്ച്. അങ്ങനെ ഹീറോമാർക്ക് ഹീറോയിനെ പിടിച്ചായിരുന്നു. നമുക്ക് മാരേജ് കഴിക്കാം. ഇനി ഹീറോയ്ക്ക് മാരേജ് പ്രപ്പോസ് ചെയ്തു. ഹീറോയും ഓക്കെ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയായിട്ട് ഡേയ്സ് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് 7 പേർക്കും മാരേജായി. അങ്ങനെ സൈക്കോ ഒരു ദിവസം ഹീറോയോടുള്ള കണ്ടുപിടിച്ചു. അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ജിമ്മിൻ്റെ കൂടെയാണ് ഹീറോയിൻ ഉണ്ടായി സംസാരിച്ചുകൊണ്ടായിരുന്നു. സൈക്കോ ഇങ്ങനെ വന്നു. സൈക്കോ വന്ന് പറയാൻ തുടങ്ങി, നിൽക്കിവിടെ എവിടേക്കാ പോകുന്നത്, ഇവിടെ നിന്നോ, ഇല്ല ഞാൻ നിന്നെ കൊന്നു കളയോ എന്ന് പറയാൻ തുടങ്ങി സൈക്കോ അവിടുന്ന് പോകാൻ തുടങ്ങി. അങ്ങനെ സൈക്കോ കൊന്നു കഴിഞ്ഞാൽ സൈക്കോ അവിടെ പോകാൻ തുടങ്ങി. സൈക്കോ ഇറങ്ങി ഞാൻ പറയാൻ കേട്ടു. അങ്ങനെ സൈക്കോ വന്ന് ഇങ്ങനെ പോകുന്ന പോലെ ആക്ടിങ് ചെയ്തു. സൈക്കോ വന്ന് ഇവിടെ പിടിച്ചു, ഹീറോയിനെ കൂടി പിടിച്ചു എന്ന് പറയാൻ തുടങ്ങി സൈക്കോ. ഞാനിവിടുന്ന് പോലെ ഞാനിവിടെ കൊന്നു കളയും, മാറി അതിവിടെ നിന്ന്. അങ്ങനെ 2 പോലീസ് വന്നിരുന്നു. സൈക്കോ വരുന്ന കാര്യം അറിഞ്ഞു. ഒരു ഗണ്ണ് സൂക്ഷിച്ചത് സൈക്കോയുടെ മൈനി വീണ് സൈക്കോനെ പിടിച്ചിട്ട് സൈക്കോനെ പിന്നെ മൈക്ക് ചോദ്യം കേൾക്കാൻ തുടങ്ങി സൈക്കോനോട്. സൈക്കോ ഇങ്ങനെ ചെയ്തതിൽ സൈക്കോനെ പിടിച്ചു. ഇങ്ങനെ സൈക്കോനെ പിടിച്ച് ഇഞ്ചക്ഷൻ വെച്ചു. അങ്ങനെ സൈക്കോ മയങ്ങി വീണു. ഒരു ഹോസ്പിറ്റലിൽ സൈക്കോനെ കൊണ്ട് അവിടെ കൂട്ടി. അങ്ങനെ സൈക്കോ കുറച്ച് മാറാൻ തുടങ്ങി സൈക്കോ. പിന്നെ ജയിൽ ദണ്ഡന സൈക്കോ കിട്ടി. പിന്നെ സൈക്കോ നല്ല കാര്യം, സൈക്കോ ഒരു നാളെ കൊല്ലുന്ന കാര്യം ML ആ കുട്ടീൻ്റെ മേലെ കുറേ കേസുണ്ടായിരുന്നു. ആ MLA ഇലക്ഷനിൽ പോയി ഓരോന്ന് വലിയ തെറ്റുകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് MLA കൊന്നു. അതുകൊണ്ട് പോലീസ് ഒന്നും ചെയ്തില്ല. അങ്ങനെ വലിയവർ പറഞ്ഞു അങ്ങനെയായിട്ട് MLA തെറ്റ് ചെയ്തത് വലിയ ആൾ പറഞ്ഞു. അങ്ങനെ കൊണ്ട് MLA പോയി അവിടുന്ന്. നല്ല കാര്യം ഒരുപാട് പറഞ്ഞു. അവനെ കൊണ്ട് തിന്നുന്നില്ല. അങ്ങനെ താഴെ അവർ ജയിലിൽ നിന്ന് ഇറങ്ങി. അതിന് നല്ല മനുഷ്യനായിട്ട് മാറി. സൈക്കോ കേട്ടപ്പോൾ എല്ലാം പോയി. സൈക്കോ കാര്യം എല്ലാം പോയി. നല്ല മനുഷ്യനായിട്ട് മാറി. സൈക്കോ പോയി നല്ല മനുഷ്യനായിട്ട് മാറി. ഇപ്പോൾ ലൈഫ് നല്ല റൺ ചെയ്ത് തുടങ്ങി. അങ്ങനെ സൈക്കോ പറഞ്ഞ ഒരു കുട്ടി ഉണ്ടായിരുന്നു സൈക്കോന്. അങ്ങനെ ഹീറോയിൻ പറഞ്ഞു, സോറി ഇടിയുമ്പോൾ സോറി പാന്ന് ചെയ്തത്. ഇന്ന് സൈക്കോ പറയുന്നത് ഇപ്പം ജാക്ക് ഒരു കാര്യം പറയണ്ട, നിന്നെ ഒരു കുട്ടി സ്നേഹിച്ചു, നീ ആ കുട്ടീനെ സത്യസ്നേഹമോ ഒന്നും തിരിച്ചറിയില്ല. ആ കുട്ടീനെ വിളിച്ചു, ഇത് നിനക്ക് മാരേജാണ് ആ കുട്ടിയുടെ. അങ്ങനെയായിട്ട് ആ പെൺകുട്ടി വന്നു. പേര് മിനി എന്ത് പേര്, ആ മിനി വന്നു. മിനി പറഞ്ഞു, സീനിയർ ഐ ലവ് യു. ഓക്കെ. അങ്ങനെ 2 പേർക്ക് മാരേജായി. ഹാപ്പി.